അഫ്ഗാനിസ്ഥാനെതിരെയുള്ള T20 പരമ്പരയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യൻ ടീം. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഏറെ നാളുകൾക്ക് ശേഷം T20യിൽ മത്സരിക്കാൻ ഇറങ്ങുകയാണ്. കൂടാതെ മലയാളി താരം സഞ്ജു സാംസണും ടീമിൽ ഇടം നേടിയത് അഫ്ഗാനിസ്ഥാനെതിരെയുള്ള പരമ്പര ശ്രദ്ധേയമാക്കുന്നു. ഈ വർഷം അവസാനം നടക്കുന്ന T20 ലോകകപ്പിനുള്ള ഇന്ത്യയുടെ തയ്യാറെടുപ്പാണ് അഫ്ഗാനിസ്ഥാനെതിരെയുള്ള പരമ്പരയിലൂടെ ആരംഭിക്കുന്നത്. ഏതു വിധേനയും പ്ലേയിങ് ഇലവനിൽ ഇടം കണ്ടെത്തി താരങ്ങളുടെ മികവ് വെളിപ്പെടുത്താനാണ് ശ്രമിക്കുക. മലയാളി വിക്കറ്റ് കീപ്പർ താരം സഞ്ജു സാംസൺ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ ഇടം നേടുമോ എന്നറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ. ജനുവരി 11 ആരംഭിക്കുന്ന പരമ്പരയിൽ ഇലവനിൽ ഇടം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം T20യിൽ ഫിനിഷർ സ്പെഷ്യലിസ്റ്റായ ജിതേഷ് ശർമ്മയ്ക്കായിരിക്കും നറുക്കു വീഴുക. ഇഷാൻ കിഷൻ, KL രാഹുൽ എന്നീ വിക്കറ്റ് കീപ്പർ താരങ്ങൾക്ക് BCCI വിശ്രമം അനുവദിച്ചതോടുകൂടിയാണ് സഞ്ജുവിന് ഇന്ത്യയുടെ T20 സ്ക്വാഡിലേക്ക് ക്ഷണം ലഭിച്ചിരിക്കുന്നത്. ടോപ്പ് ഓർഡറിലേക്ക് പരിഗണിക്കുമ്പോൾ കോഹ്ലി, ശുഭ്മാൻ ഗിൽ, യശസ്വി ജയ്സ്വാൾ എന്നീ താരങ്ങളുടെ വെല്ലുവിളി സഞ്ജുവിനുണ്ട്. സഞ്ജുവിന് പുറമെ മുകേഷ് കുമാർ, അക്സർ പട്ടേൽ എന്നീ താരങ്ങളും പ്ലേയിങ് ഇലവനിൽ ഇടം നേടാൻ ഭാഗ്യം കടാക്ഷിക്കണം. T20 സ്പെഷ്യലിസ്റ്റ് താരമല്ലാത്ത മുകേഷിനെ പുറത്തിരുത്തി ആവേശ് ഖാനായിരിക്കും പരമ്പരയിൽ ഇലവനിൽ എത്താൻ സാധ്യതയുള്ള താരം. ഇത് പ്രകാരമായിരിക്കും പ്ലേയിങ് ഇലവൻ: രോഹിത് ശർമ്മ ക്യാപ്റ്റൻ, വിരാട് കോഹ്ലി, യശസ്വി ജയ്സ്വാൾ, ശുഭ്മാൻ ഗിൽ, ജിതേഷ് ശർമ്മ, റിങ്കു സിംഗ്, ഭാഷ്യ സുന്ദർ, ആവേശ് ഖാൻ, ഹർഷദീപ് സിംഗ്, കുൽദീപ് യാദവ്. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.